കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എഗ് പറാത്ത തയ്യാറാക്കിയാലോ. അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഞാൻ രണ്ട് ടൈപ്പ് എഗ് പറാത്തയുടെ റെസിപ്പി കാണിക്കുന്നുണ്ട്. ഒന്ന് സ്റ്റഫ്ഡ് എഗ് പറാത്തയും ഒന്ന് നോർമൽ എഗ് പറാത്തയാണ് കേട്ടോ. അപ്പൊ ഒരെണ്ണം നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കിയാലോ. അപ്പൊ നമുക്ക് എഗ് പറാത്ത അല്ലെങ്കിൽ മുട്ട പറാത്ത തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോ ഇവിടെ 250 ml കപ്പില് 2 കപ്പ് അളവിലാണ് ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരം മൈദ ഉപയോഗിച്ചിട്ട് ഈ ഒരു പറാത്ത തയ്യാറാക്കാം. അതുപോലെ 1 കപ്പ് അളവില് മൈദയും 1 കപ്പ് അളവില് ഗോതമ്പ് പൊടിയും കൂടി ചേർത്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പൊ മൈദ ആകുമ്പോഴായിരിക്കും ഗോതമ്പ് പൊടിയേക്കാളും കൂടുതൽ ടേസ്റ്റ് ആയിട്ട് വരിക. പക്ഷെ ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ ഗോതമ്പ് പൊടിയായിരിക്കും നന്നായിട്ട് വരാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവില് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോ വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഇതുപോലെ കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഒരുപാട് ലൂസ് ആവാനും പാടില്ല, ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല. ആ ഒരു രീതിയിലായിരിക്കണം കുഴച്ചെടുക്കേണ്ടത്. അപ്പൊ 2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തപ്പോ 1 കപ്പ് അളവ് വെള്ളം ഇതിന് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ. പിന്നെ ഓരോ ഗോതമ്പ് പൊടിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ മൈദയാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചൊക്കെ വ്യത്യാസം വരും വെള്ളത്തിന്റെ അളവില്. നന്നായിട്ട് നല്ലൊരു സോഫ്റ്റ് ഡോ ആയിട്ട് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാം. ഇതുപോലെ കുറച്ചൊരു പ്രഷർ കൊടുത്ത് കുഴച്ചെടുക്കാം നന്നായിട്ട്. ഇതിപ്പോ കണ്ടോ, ഞാൻ ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അതിനുശേഷം നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അപ്പൊ അടച്ചു വെക്കാട്ടോ. അപ്പൊ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള മുട്ടയുടെ ഒരു മിക്സ് തയ്യാറാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു 3 മുട്ട ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. 3 അല്ലെങ്കിൽ 4 മുട്ടയൊക്കെ വരെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇനി മുട്ട നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 വലിയ പച്ചമുളകാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അതുപോലെ കറിവേപ്പില മുറിച്ചത് എടുക്കുന്നുണ്ട്. അപ്പൊ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയില മുറിച്ചത് നിങ്ങൾക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം. അപ്പൊ എന്റെ കയ്യിൽ മല്ലിയില ഇല്ല. മല്ലിയില ഉണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ തന്നെ ഇതിന് കൊടുക്കും. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാള മുറിച്ചതും കൂടി ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് പകുതി നമുക്കിപ്പോ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് മുട്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇതിലേക്ക് നമുക്ക് ചേർക്കാം. അപ്പൊ കുരുമുളക് പൊടി ആണെങ്കിൽ കുരുമുളക് പൊടി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. എല്ലാം കൂടി ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ കണ്ടോ, നമ്മുടെ മുട്ട മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോ നമുക്ക് ഇത് ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പൊ സാധാരണ ചപ്പാത്തിക്കൊക്കെ ഉരുട്ടിയെടുക്കുന്നതിനേക്കാളും കുറച്ച് വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാം കേട്ടോ. പറാത്തിയാണല്ലോ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പൊ കുറച്ച് വലിയ ബോൾസ് ആക്കി തന്നെ നമുക്കിത് തയ്യാറാക്കാം. അപ്പൊ ഞാൻ ഇതുപോലെ ഒരു വലിയ ബോൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതൊക്കെ ഉണ്ടോ, ഒരു ബോൾ ഞാൻ ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി പരത്തിയെടുക്കാം. അപ്പൊ 2 രീതിയിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയില്. ഇനിയിപ്പോ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യത്തെ ഉരുള എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഗോതമ്പ് പൊടിയിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഒന്ന് കനം കുറച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പൊടി ഒരുപാട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. മാക്സിമം എത്ര നമുക്ക് കനം കുറച്ച് പരത്താൻ പറ്റുമോ അത്രയും കനം കുറച്ചിട്ട് തന്നെ നമുക്കിത് പരത്തിയെടുക്കാം. ഷേപ്പൊന്നും പ്രശ്നമൊന്നുമില്ല, എങ്ങനെയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോ കണ്ടോ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിത് പരത്തിയെടുത്തിരിക്കുന്നത്. മാക്സിമം കനം കുറച്ച് തന്നെ പരത്തിയെടുക്കാം. ഇനിയിപ്പോ ഞാനിവിടെ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ നമുക്ക് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബ്രഷ് ചെയ്ത് കൊടുക്കണം എന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ കൈ വെച്ച് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. സ്പൂൺ വെച്ച് സ്പ്രെഡ് ചെയ്യുക, എങ്ങനെയായാലും മതി. എങ്ങനെയായാലും പ്രശ്നമൊന്നുമില്ല. നന്നായിട്ട് ആയി വരണം എണ്ണ. ഇപ്പൊ എണ്ണ നന്നായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ കുറച്ച് ഗോതമ്പ് പൊടി എടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇത് ലേയേഴ്സ് കറക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ചെയ്യണത്. ഇനി നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പൊ ഫോൾഡ് ചെയ്യുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ പേപ്പർ ഫെയിനൊക്കെ ഫോൾഡ് ചെയ്യില്ലേ, ആ ഒരു രീതിയിൽ ഇതുപോലെ കാണുന്നുണ്ടോ, ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പൊ കണ്ടോ, ഞാനിത് മുഴുവനായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് ഈ ഒരു ഭാഗത്ത് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. തിരിച്ചു മറിച്ചു വെച്ചിട്ടൊന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിന്റെ മുകളിൽ നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇതുപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കാം. അതായത് കണ്ടോ, ഇതുപോലെ വെച്ചിട്ട് കൈമാണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കാവുന്നതുള്ളൂ കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ എൻഡ് വരുമല്ലോ, എൻഡ് വരുന്നത് നമുക്ക് സെൻറ്ററിലേക്ക് ഇതുപോലെ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് വിട്ടുപോകും. ഈ ഒരു രീതിയിൽ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഗോതമ്പ് പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ ഒരുപാട് കനം കുറച്ച് പരത്തിയെടുക്കരുത്, അതുപോലെ ഒരുപാട് തിക്നെസ്സിലും പരത്തിയെടുക്കരുത്. കനം ഒരുപാട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ലേയേഴ്സ് എല്ലാം എന്താ പറയുക കാണില്ല കേട്ടോ, ലേയേഴ്സ് കിട്ടില്ല. അതുപോലെ ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ ഇത് അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടും വരില്ല. അപ്പോൾ ഒരു മീഡിയം തിക്നെസ് ആയിരിക്കും ഇതിന് നന്നായിട്ട് തന്നെ വരിക. അപ്പോൾ കണ്ടോ, ഞാൻ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും ഏകദേശം ഒരേ തിക്നെസ്സിൽ തന്നെ പരത്തിയെടുക്കാൻ ശ്രമിക്കാം കേട്ടോ. കണ്ടില്ലേ, ഇപ്പം നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇത് മതി, ഈ ഒരു തിക്നെസ്സിൽ മതി. കണ്ടില്ലേ, ലേയേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ഇതിൽ കുക്കായിട്ട് വരുമ്പോൾ കറക്റ്റായിട്ട് വിട്ടു വന്നോളൂ. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് പറാത്ത തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ട്രയാങ്കിൾ പറാത്തയാണ് ഞാൻ അടുത്തതായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് കുക്ക് ചെയ്തെടുക്കാം എല്ലാം റെഡി ആക്കിയതിന് ശേഷം. ഇതാ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ ഗോതമ്പ് പൊടിയിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ആദ്യം ഒന്ന് പരത്തിയെടുക്കാം. അത് ഇപ്പം കണ്ടോ, ഞാൻ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം എണ്ണ നമുക്ക് ഇതിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ കൈ വെച്ചോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പോൾ എണ്ണ ഇതുപോലെ ബ്രഷ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൽ കുറച്ച് ഗോതമ്പ് പൊടി ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കാം കേട്ടോ. അതൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും എണ്ണ ഇവിടെ നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പായിട്ട് മാറി. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പിൽ തന്നെയാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ കുറച്ച് ഗോതമ്പ് പൊടി ഇതിലൊന്ന് മുക്കിയെടുക്കുന്നത് പോലെ ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ആ ഒരു ഷേപ്പ് മാറാത്ത രീതിയിൽ പരത്തിയെടുക്കാം. ആദ്യം ഇങ്ങനെ പരത്താം. അതിനുശേഷം വശങ്ങളിലേക്കും നമുക്ക് പരത്തിയെടുക്കാം. രണ്ട് വശങ്ങളിലേക്ക് പരത്തിയെടുക്കാം. ഇപ്പം കണ്ടോ, ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പിൽ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. ഒരുപാട് കനം കുറയ്ക്കരുത്, അപ്പോൾ ഇതിൻ്റെ ലേയേഴ്സ് ഒന്നും കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്നും കൂടി വേണമെങ്കിൽ പരത്തണമെങ്കിൽ പരത്തിയെടുക്കാവുന്നതുള്ളൂ. അപ്പോൾ നമ്മുടെ ട്രയാങ്കിൾ പറാത്തിയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുക്ക് ചെയ്ത് കാണിക്കാം ഞാൻ. എല്ലാം ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു തവ എടുത്തിട്ടുണ്ട്. തവ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ ചൂടായിട്ടുള്ള തവയിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കിയ ഈ ഒരു ലച്ച പറാത്തി ഉണ്ടല്ലോ, നോർത്ത് ഇന്ത്യയിൽ ഇതിനെ ലച്ച പറാത്ത എന്നാണ് പറയുക. നമ്മുടെ അവിടെ ഗോതമ്പ് പൊറോട്ട അല്ലെങ്കിൽ വീറ്റ് പൊറോട്ട എന്നൊക്കെയാണ് പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് കുക്കായിട്ടൊന്ന് വന്നോട്ടെ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പതുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കുക്കായിട്ട് വരുന്നതേ ഉള്ളൂ. നമുക്ക് ഈ ഒരു ഭാഗത്ത് കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എണ്ണ അല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കാം കേട്ടോ. നെയ്യ് ചേർക്കുമ്പോൾ ഈ ഒരു പറാത്ത ഒന്നും കൂടി ക്രിസ്പി ആയിട്ട് മാറും. ഇനിയിപ്പോൾ വീണ്ടും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ തന്നെ ലേയേഴ്സ് അത്യാവശ്യത്തിന് വിസിബിൾ ആണ്. അതിനുശേഷം ഈ ഒരു ഭാഗത്തും നമുക്ക് ഇതുപോലെ ഒന്ന് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിം ആയിരിക്കും നന്നായിട്ട് വരാം. ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 3/4 ഭാഗത്തോളം ഒന്ന് കുക്കായിട്ട് വന്നോട്ടെ. ലേയേഴ്സ് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട് തിരിച്ച് ഇട്ട് കൊടുക്കുന്ന സമയത്ത്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ലേയേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് വിട്ടു വരുന്നുണ്ട്. ഇതിപ്പോ കണ്ടോ, ഒരു 3/4 ഭാഗത്തോളം ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പൊ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ആവശ്യത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി ഒന്ന് മുരിഞ്ഞ് വന്നാൽ മതി. അത് നമ്മൾ മുട്ടയുടെ കൂടെ ചേർത്തിട്ടാണ് കുക്ക് ചെയ്ത് എടുക്കാൻ. ഇനി ഞാൻ ഈ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാണ്. അതിനുശേഷം ഈ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച അപ്പം തന്നെ ഈ ഒരു പറോട്ട ഉണ്ടല്ലോ, ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നാലായിരിക്കും ഇതിൽ കറക്റ്റായിട്ട് പിടിച്ചിരിക്കുള്ളൂ കേട്ടോ. ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ഒരു ഭാഗത്ത് ഞാൻ മുട്ട ഒഴിച്ചു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പം ചെയ്ത പോലെ തന്നെ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതുള്ളൂ കേട്ടോ. എല്ലായിടത്തേക്കും ഇതുപോലെ ചെയ്തെടുക്കാം.
അപ്പൊ 2 ഭാഗത്ത് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറും ഇത്. അല്ലെങ്കിൽ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ഒരു ഭാഗത്ത് മതി എന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്തായാലും മതി. ഇനി ഒരു ഭാഗം ഒന്ന് കുക്കായിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിത് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം മുട്ട ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ 3 മുട്ട എടുത്തില്ലേ, ഇതിപ്പോൾ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട് കേട്ടോ. ഒരു 2 മുട്ടയൊക്കെ വേണ്ടി വരും ഇതുപോലെ ഒരു പറാത്തയിലേക്ക് 2 ഭാഗത്ത് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കണമെങ്കിൽ. തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരെണ്ണം കഴിച്ചാൽ അത്യാവശ്യം നല്ല ഹെവി ആയിരിക്കും. മുട്ട, അതുപോലെ ഇതിലേക്ക് ലച്ച പറാത്ത അല്ലെങ്കിൽ ബീഫ് പൊറോട്ടയൊക്കെ അല്ലേ നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നല്ല ഹെവി ആയിരിക്കും, നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പൊ ഇതിന്റെ കൂടെ വേറെ സൈഡ് ഡിഷിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, എന്തെങ്കിലും കറികളുടെ കൂടെ ആണെങ്കിൽ അങ്ങനെയും കഴിക്കാവുന്നതുള്ളൂ. കറി ഉണ്ടാക്കണം എന്നൊരു നിർബന്ധമില്ല. തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. മുട്ടയൊന്നും കുക്കാവാൻ അധികം സമയം വേണ്ടല്ലോ. ഞാൻ ഈ ഒരു സമയത്ത് ഇത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലിപ്പോൾ ആവശ്യത്തിന് എണ്ണയുണ്ട്, ഇനിയിപ്പോൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ മുട്ട കുക്കാവുന്നതിന് മുമ്പ് നമുക്ക് കറിവേപ്പില, സവോള, മല്ലിയില അതൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ. സാലഡ്സിന്റെ ഒക്കെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കഴിക്കാം. അല്ലെങ്കിൽ റോൾ ചെയ്തിട്ട് കഴിക്കാം. ഇതിന്റെ ഉള്ളിൽ വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് റോൾ ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാവുന്നതുള്ളൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പിന്റെ ഒക്കെ കൂടെ ഇഷ്ടപ്പെടും. അപ്പോൾ കണ്ടോ, നമ്മുടെ എഗ് ലച്ച പറാത്ത അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് മതി, ഇത് കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് ഈ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. കണ്ടില്ലേ, അടിപൊളിയായിട്ടില്ലേ. ഇനിയിപ്പോൾ ഈ ഒരു പാനിലേക്ക് നമുക്ക് ട്രയാങ്കിൾ പറാത്ത വെച്ച് കൊടുക്കാം. ഒരു ഭാഗം ഒന്ന് കുക്കായിട്ട് വന്നോട്ടെ. ഇപ്പോൾ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗത്ത് നമുക്ക് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ട്രയാങ്കിൾ പറാത്തയുടെ പല വേരിയേഷൻസ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നേരത്തെ ചെയ്ത ലച്ച പറാത്ത അല്ലെങ്കിൽ വീറ്റ് പൊറോട്ട, അതിന്റെ പ്ലെയിൻ ആയിട്ടുള്ള റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്കിവിടെ എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. വേണ്ടോ, നന്നായിട്ട് ഇതുപോലെ പൊങ്ങി വരും. നന്നായിട്ട് പൊങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വന്നോളും. ലേസ് ഒക്കെ കറക്റ്റായിട്ട് വിട്ടുവരും. കണ്ടില്ലേ, അടിപൊളിയായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പറാത്ത ബിഗിനേഴ്സിന് പോലും ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പൊ നേരത്തെ തയ്യാറാക്കിയ വീറ്റ് പൊറോട്ടയാണെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ കണ്ടോ, ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ ലേസ് നമുക്ക് ഇതുപോലെ വീടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ഇപ്പൊ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സോഫ്റ്റ് ടെക്സ്ചറിൽ ഇങ്ങനെ വീടിച്ച് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഞാനിപ്പോ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോ ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇതിന്റെ ഈ ഒരു വക്ക് ഭാഗത്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് പതുക്കെ ഒന്ന് ഇങ്ങനെ പൊക്കി പിടിക്കാം. നമുക്ക് പൊക്കി പിടിച്ചിട്ട് ഈ ഒരു മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, ഇത് നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഒരുപാട് ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വരില്ല കേട്ടോ. അതിനുശേഷം വീണ്ടും നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഈ പറാത്ത നമുക്ക് പതുക്കെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. കുറച്ച് സമയം ഇതുപോലെ ഒന്ന് പൊക്കി പിടിക്കാം കേട്ടോ, അല്ലെങ്കിൽ പുറത്തോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ സാധാരണ നമ്മൾ റൗണ്ട് ഷേപ്പിലുള്ള ചപ്പാത്തി തയ്യാറാക്കി എടുക്കില്ലേ, അപ്പൊ ഇങ്ങനെ പോള വരില്ലേ നന്നായിട്ട്, അതിന്റെ അവിടെ ഒരു ചെറുതായിട്ടൊരു ഒന്ന് കട്ട് ചെയ്തിട്ട് അതിന്റെ ഉള്ളിലും ഇതുപോലെ എഗ് മിക്സ് ഫില്ല് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അതാവുമ്പോ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവർക്കും അതുപോലെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഒറ്റ പോളയായിട്ടൊന്നും വരില്ലല്ലോ. അപ്പൊ അതാണ് ഈ ഒരു മെത്തേഡിൽ കാണിക്കാനുള്ള കാരണം. ഒന്ന് കുക്കായിട്ട് വന്നോട്ടെ. കുറച്ച് സമയം ഇതുപോലെ ഒന്ന് പിടിക്കുക, എന്നാലും കറക്റ്റ് ആയിട്ട് വരില്ല, അല്ലെങ്കിൽ പുറത്തോട്ട് പോകും. ഇതിന്റെ മുകളിൽ നമുക്ക് കുറച്ച് ഓയിലും കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ഭാഗം നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നോട്ടെ. അപ്പോൾ മുകളായി പറാത്ത ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഇങ്ങനെയല്ല, നമ്മള് ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയിട്ട് അതിന്റെ ഉള്ളില് മുട്ടയുടെ ഇതുപോലുള്ള മിക്സ്, മുട്ട ബീറ്റ് ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ ഒഴിച്ചിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും. അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അത് പക്ഷേ ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതെന്ന് പറയുന്നത് അങ്ങനെയല്ല, നമ്മൾ പറാത്തയൊക്കെ തയ്യാറാക്കുന്ന രീതിയിൽ ഒരുപാട് ഓയിലൊന്നും ഉപയോഗിക്കാതെ നമുക്ക് തയ്യാറാക്കാം. അതായത് ഡീപ് ഫ്രൈഡ് അല്ലാന്ന് കേട്ടോ. ഇനി നമുക്കിത് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒന്ന് കുക്കായതിനു ശേഷം തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ മുട്ടയുടെ മിക്സ് എല്ലാം പുറത്തോട്ട് പോരും. ഇപ്പൊ കണ്ടോ, ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു കളർ വന്നിട്ടുണ്ട്. ഇനി ആ ഭാഗം നന്നായിട്ട് ഒന്ന് കുക്കായിട്ട് വന്നോട്ടെ. പിന്നെ മുട്ട കുക്കായിട്ട് വരാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ, പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരുമല്ലോ. ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പൊ തന്നെ കുക്കായിട്ട് വന്നു. ഒന്നും കൂടി നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിലോട്ട് വന്നോട്ടോ ആ ഭാഗം. ഇപ്പൊ കണ്ടോ, നമ്മുടെ ട്രയാങ്കിൾ എഗ് പറാത്ത അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, മുട്ടയൊക്കെ കറക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ഫില്ലിങ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം.
അടിപൊളിയല്ലേ? അപ്പൊ നമ്മുടെ 2 ടൈപ്പ് എഗ് പറാത്തയും റെഡി ആയിട്ടുണ്ട്. ലച്ച എഗ് പറാത്ത, അതുപോലെ ഈ ഒരു സ്റ്റഫ്ഡ് ട്രയാങ്കിൾ എഗ് പറാത്തയും റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് അച്ചാറിന്റെ ഒക്കെ കൂടെ കഴിക്കാവുന്നതുള്ളൂ കേട്ടോ. നന്നായിട്ട് തന്നെ വരും. അല്ലെങ്കിൽ സാലഡ്, അങ്ങനെ എന്താ പറയാ, അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഇങ്ങനെ തന്നെയാണെങ്കിലും അടിപൊളി തന്നെയാണ്. അപ്പൊ എല്ലാവരും ഈ ഒരു 2 ടൈപ്പ് എഗ് പറാത്ത തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ച് ആയിട്ടോ ഡിന്നർ ആയിട്ടോ എന്തായിട്ട് വേണമെന്നുണ്ടെങ്കിലും കഴിക്കാവുന്നതുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിംഷാസ് കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.